ഓക്കെ, നമുക്കൊപ്പം ആദിൽ പാലോട് കൂടി ചേരുന്നുണ്ട്. വയനാട് MP ആയി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടന ഉയർത്തിയായിരുന്നു സത്യപ്രതിജ്ഞ. ആദ്യ ദിവസം തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരോട് കേന്ദ്ര സർക്കാർ തുടരുന്ന അവഗണന, അത് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ പ്രതികരണം എന്താണ് എന്നതറിയാൻ കാത്തിരിക്കാം. ആദിൽ പാലോട്, പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ നമ്മൾ കണ്ടു കഴിഞ്ഞു. നേരത്തെ തന്നെ ആദിൽ പറയുന്നുണ്ടായിരുന്നു കേരള സാരിയിലാണ് സത്യപ്രതിജ്ഞയ്ക്കായി വരുന്നതെന്ന്. ചടങ്ങിന് സാക്ഷിയാകാൻ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള UDF പ്രതിനിധി സംഘവും ഉണ്ടായിരുന്നില്ലേ? വയനാട്ടിൽ നിന്നുള്ള UDF പ്രതിനിധി സംഘം T സിദ്ദീഖ് MLA, PK ബഷീർ MLA അടക്കം ഉള്ളവരുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ആകെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ നേതൃത്വത്തിൽ ദില്ലിയിൽ ഇന്നലെ തന്നെ എത്തിയിരുന്നു. വിജയപത്രം ഇന്നലെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വെച്ച് കൈമാറിയിരുന്നു. ഇന്ന് രാവിലെ ദില്ലി ഖാൻ മാർക്കറ്റിലെ പ്രിയങ്ക ഗാന്ധിയുടെ വസതിയിലും വലിയ ആൾക്കൂട്ടവും പ്രവർത്തകരുടെ ആഘോഷ പരിപാടികളും ഉണ്ടായിരുന്നു. അതിനിടയിലൂടെയാണ് പ്രിയങ്ക ഗാന്ധി നീങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. കസവ് സാരി ഉടുത്ത് കേരള തനിമയിലാണ് പാർലമെന്റിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിയത് എന്നുള്ളത് തന്നെ കേരളത്തിനും വയനാടിനും നൽകുന്ന ഒരു പ്രാധാന്യമായി അത് നമ്മൾക്ക് വായിച്ചെടുക്കാനും കഴിയുന്നുണ്ട്. ഏതായാലും രാധാകൃഷ്ണൻ പറഞ്ഞതിൻ്റെ തുടർച്ചയെന്നോണം വയനാടിന് ആദ്യ പരിഗണന നൽകുക എന്നത് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം ഇപ്പോൾ സത്യപ്രതിജ്ഞയിലും മുഴച്ചു നിൽക്കുന്നത്. അപ്പോഴൊക്കെയും പറയുന്നത് ആദ്യമായി പാർലമെന്റിന് ഉന്നയിക്കുന്ന വിഷയം വയനാട് ധനസഹായം വൈകുന്നത് സംബന്ധിച്ചുള്ളതായിരിക്കും. ഇനി ദില്ലിയിലും അതിനുശേഷം കേരളത്തിലും വിശദമായ പരിപാടികൾ, സമരങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള നീക്കവും കോൺഗ്രസ് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ദില്ലിയിൽ സമരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനുശേഷം 30-1 തീയതികളിൽ, ഈ മാസം 30-നും അടുത്ത മാസം 1-ാം തീയതി, ഇങ്ങനെ 2 ദിവസങ്ങളിൽ വയനാടത്തെ ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ സ്ഥലങ്ങളും പരമാവധി സന്ദർശിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുണ്ട്. ഇതൊരു സമരപരിപാടി കൂടിയാക്കി മാറ്റാനുള്ള ആലോചനയും കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. വയനാടിൻ്റെ ഒരു പരിച്ഛേദം ഇവിടെ എത്തി സോണിയാഗാന്ധിക്ക് ദില്ലിയിൽ പിന്തുണ അർപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. രാവിലെ തന്നെ അവർ പാർലമെന്റിലേക്ക് പുറപ്പെട്ടിരുന്നു. അവർ കൂടി അതിന് ദൃക്സാക്ഷിയായി എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത. സുജയ.